ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജനറേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയന്തി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ? ഇത് ഒരു ഫ്രോക്ക് ഡിസൈൻ ആണ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ആവും. ഇത് നമ്മൾ ഷർട്ട് കോളർ മോഡലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓവർ കോട്ട് വരുന്ന രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. എ ലൈൻ മോഡലിലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു ഡിസൈൻ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സ് ഇടുക. ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മേക്കിംഗ് വീഡിയോയിലേക്ക് പോയാലോ? ഇതാണ് പാറ്റേൺ അതിന്റെ വരുന്നത്. സ്ലീവ്ലെസ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ കോളർ മോഡലിൽ വന്നിട്ട് രണ്ട് ലെയർ, ഫ്രണ്ടില് രണ്ട് ഓപ്പൺ ആയിട്ട് രണ്ട് ലെയർ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഉള്ളിൽ ബ്ലാക്ക് കളറ് പ്ലെയിൻ ആണ് വരുന്നത്. ഇത് പുറമേ വരുന്നത് രണ്ടെണ്ണം, രണ്ട് സൈഡിലേക്കും ഓപ്പൺ ആയിട്ട് വരുന്ന ഭാഗം പ്രിന്റഡ് ആയിട്ടാണ്. ഇതാണ് മെറ്റീരിയൽ. ഇത് പ്ലെയിൻ സെൻറ്ററിൽ വരുന്നത്, ബാക്ക് പോർഷനിലും വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നത് ഈ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ. ഓക്കെ, പിന്നെ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഫോൾഡിങ്ങോടുകൂടി രണ്ട് പീസായിട്ട് ഇട്ടിരിക്കുകയാണ്. നല്ല പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ലൈനിങ്ങിൽ ഇത്തിരി ലെങ്ത് കുറവാണ്, അതുകൊണ്ട് നല്ല പീസിൽ നിന്ന് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫുൾ ലെങ്ത് നമുക്ക് വേണ്ടത് 45 ആണ്. പ്ലസ് 2 ഇഞ്ചും കൂടി ചേർത്ത് നമ്മൾ 47 മാർക്ക് ചെയ്യാണ്. ഇത് കോളർ മോഡൽ ആയതുകൊണ്ട് ബാക്ക് പീസ് 1 ഇഞ്ച് കയറ്റിയാണ് മാർക്ക് ചെയ്യുന്നത്. 47 48 നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ഷോൾഡർ എടുക്കുകയാണ്. ഷോൾഡർ നമ്മൾ 8 ഇഞ്ചാണ് എടുക്കുന്നത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് ശരിക്കും 8 ഇഞ്ച് വേണ്ട. പക്ഷേ ഞാനിപ്പോൾ 8 ഇഞ്ച് എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ സ്ലീവ് വെക്കണം എന്ന് തോന്നിയാൽ ഷോൾഡർ കുറഞ്ഞു പോകാണ്ടിരിക്കാനാണ് നമ്മൾ 8 ഇഞ്ച് തന്നെ എടുക്കുന്നത്. സ്ലീവ്ലെസ് ആയതുകൊണ്ട് കൈക്കുഴി നമ്മൾ 6.5 എടുക്കുന്നുള്ളൂ. ഹോൾ വരയ്ക്കാം. ചെസ്റ്റിന്റെ വണ്ണം വരുന്നത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. മൂന്ന് ഇഞ്ച് വൈഡ് എടുത്ത് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെങ്ത് നമുക്ക് വരുന്നത് 15.5 വേസ്റ്റിന്റെ വണ്ണം വരുന്നത് 8.25 പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പ്. ബാക്കിൽ നമ്മൾ ടക്ക് ഇടുന്നില്ല, ഇത് ഫ്രോക്കായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ അത് കാരണം ടക്ക് ഇടുന്നില്ല. ചെസ്റ്റിൽ നിന്ന് നമുക്ക് വേസ്റ്റിലേക്ക് ഷേപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് മാക്സിമം ഫ്ലെയർ കിട്ടുന്ന പോലെ എ ലൈനായിട്ടാണ്, ഒരുപാട് ഫ്ലെയർ അല്ല. ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 44 കിട്ടുന്നുണ്ട്, 42. അപ്പം ആ ഒരു ലെങ്തിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ നമ്മളിതാ അതിനെ താഴത്തേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ജോയിൻ്റ് ഒന്നും ഇനി കൊടുക്കുന്നില്ല. ഈ ഒരു തുണിയുടെ വീതിയിൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. താഴത്തെ വശം നമ്മളൊന്ന് സ്ലാൻഡിങ് ആയിട്ട് വരച്ചു കൊടുക്കുന്നു, മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴെ നിന്ന് ഒരു 2 ഇഞ്ച് സ്ലാൻഡിങ് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ഫ്രണ്ട് പോർഷൻ കുഴിച്ചുകൂടി മാർക്ക് ചെയ്തേക്കാം. ഇവിടുന്ന് 1 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീക്കി ഇപ്പം നമ്മൾ കുഴിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
ഇപ്പം നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പോർഷൻ ഷോൾഡറും കൈക്കുഴിയും കയറ്റി കട്ട് ചെയ്യും. ഇത് ഫ്രണ്ട് പോർഷനാണ്, ഇത് ബാക്ക് പോർഷൻ. ഇപ്പം നമ്മൾ ലൈനിങ്ങിലേക്ക് ഇതിട്ടു. പക്ഷേ ലൈനിങ്ങിന് ഇത്തിരി ലെങ്ത് കുറവാണ്. അപ്പം നമ്മൾ ഈ ഷോൾഡറിൻ്റെ വശത്ത് നമ്മൾ പീസ് കൊടുത്ത് ജോയിൻ ചെയ്യുകയാണ്. ഇത് ഉള്ളിലാണല്ലോ പോകുന്നത്, അപ്പം അതുകൊണ്ട് പുറമേ കാണില്ല. അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ പീസിന് നമ്മൾ ഇത്തിരി ലെങ്ത് കൂട്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇപ്പം ഇതേ ലെങ്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇവിടുത്തെ കുറവ് നമ്മൾ പീസായിട്ട് അത് കഴിയുമ്പോൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ ഈ ഒരു അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ബാക്ക് പീസാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് പീസിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഫ്രണ്ട് പീസ് നമ്മൾ കൈക്കുഴിയും ഷോൾഡറും കുറച്ച് വെട്ടിയിട്ടില്ല. കാരണം ഇവിടെ നമുക്ക് ഇത്തിരി കുറവുണ്ട്. അതുകൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് നല്ല പീസിൽ കട്ട് ചെയ്യാനുണ്ട്. അത് നമ്മൾ ആ ഷോൾഡർ കൂടി ജോയിൻ ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ബാക്ക് പീസിൻ്റെ ഷോൾഡറിൻ്റെ വശത്തേക്ക് ജോയിൻ്റ് ഇപ്പോൾ കൊടുത്തു. എന്നിട്ട് ഇതാ നല്ല പീസ് വെച്ചിട്ട് നമ്മളതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ഒരേപോലെ ഫ്രണ്ട് പീസിൻ്റെ ഒരേപോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ജോയിൻ്റ് കൊടുത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസ് വെച്ച് നമ്മളിതാ ജോയിൻ്റ് കൊടുത്ത പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതിൻ്റെ കഴുത്തൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ വൈഡ് 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. താഴത്തേക്കുള്ള ഇറക്കം 3.5 എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളതൊരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ താഴേക്കാണ് നമ്മൾ വി ഷേപ്പ് എടുക്കുന്നത്. അപ്പം അത് നമ്മൾ സ്റ്റിഫിലാണ് എടുക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് പീസിൻ്റെ നല്ല പീസ് നമ്മൾ ഇതുപോലെയല്ല, കഴുത്ത് 2 പീസാക്കി സെൻറ്ററിൽ കൂടി കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ബാക്ക് പീസിൻ്റെയും കഴുത്തിൻ്റെ ഭാഗം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്. അതിനായിട്ട് 2.25 മാർക്ക് ചെയ്തു. എന്നിട്ട് ഒരു 1 ഇഞ്ച് താഴത്തേക്ക് ജസ്റ്റ് ഒന്ന് താഴത്തേക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അത് നല്ല പീസും ചേർത്തിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പീസിൻ്റെ ഈ 2 പീസായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്, പ്രിൻറ്റഡ് പീസിനെ 2 സെപ്പറേറ്റ് പീസാക്കാനായിട്ട് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ചോളം വിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ നിന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് ഇതിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ഈ ഒരു സെൻറ്റർ ഇപ്പോൾ കട്ട് ചെയ്ത വശം ജസ്റ്റ് ഒന്ന് ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഓക്കെ, പിന്നെ തന്നെ നമ്മൾ ലൈനിങ്ങിലേക്ക് നല്ല പീസ് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുകയാണ്. ഷോൾഡറിൻ്റെ വശമൊക്കെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ 2 സൈഡ് പ്രിൻറ്റഡ് പീസിൻ്റെ മടക്കി അടിച്ചിട്ട് ഷോൾഡറിലേക്ക് എടുത്ത് ജോയിൻ ചെയ്ത് വെച്ചു 2 സൈഡും. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബ്ലാക്ക് പീസിൻ്റെ ഇവിടെയാണ് വി ഷേപ്പ് കഴുത്ത് നെക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, നെക്കിൻ്റെ താഴെ ഭാഗത്തേക്ക് വെക്കാനായിട്ട് വി ഷേപ്പ് എടുക്കുന്നുണ്ട്. വി ഷേപ്പിൻ്റെ വൈഡ് നമ്മൾ എടുക്കുന്നത് 3/4 ഇഞ്ച് വൈഡാണ്. ഇറക്കം 4 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമ്മൾ സാധാരണ ചുരിദാറിന് ചെയ്യുന്ന പോലെ തന്നെ തുണിയിലേക്ക് ഒട്ടിച്ച് നെക്കയിലേക്ക് അറ്റാച്ച് ചെയ്യാണ് കേട്ടോ.
ഈ ഒരു ഷേപ്പിൽ നമുക്ക് കോളറിൻ്റെ താഴത്തേക്ക് വി ഷേപ്പ് പോലെ വരുന്നത് പോലെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ നെക്ക് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഒപ്പം തന്നെ ബാക്ക് പീസും കൂടി വെച്ച് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചെസ്റ്റിൻ്റെയും വേസ്റ്റിൻ്റെയും മെഷർമെൻ്റ് എടുത്ത് ഷേപ്പ് ചെയ്യാണ് രണ്ട് സൈഡും. ഓക്കെ, ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് ഷേപ്പും ചെയ്തു, ബോഡി ഫിനിഷ് ആക്കി. ഇനി നമ്മൾ കോളറാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. കോളർ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കോളറിൻ്റെ വലുപ്പത്തിലെടുക്കാം. ഓക്കെ, കോളർ എത്രയാണെന്ന് നോക്കാനായിട്ട് നമ്മൾ നെക്കിൻ്റെ പോർഷൻ രണ്ടായിട്ട് മടക്കി എടുത്ത് വെച്ചു. എന്നിട്ട് ടേപ്പ് വെച്ച് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് 8.5 ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കോളറിന് കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ തന്നെ 2.5 ഇഞ്ച് ഇവിടുന്ന് അറ്റത്തുനിന്ന്, ഇതിപ്പോൾ ഫോൾഡിങ്ങോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്, ഫോൾഡിങ് വരുന്ന രീതിയിൽ മടക്കിയിരിക്കുകയാണ്. മടക്കിയതിൻ്റെ ലെങ്ത് നമ്മൾ എടുത്തിരിക്കുന്നത് ടോട്ടൽ 10 ഇഞ്ച് 10.25 ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഫോൾഡിങ് ആയിട്ട് ഇട്ടിട്ട്. ഇതിൻ്റെ വീതി ആദ്യം നമ്മൾ എടുക്കുന്നത് 2.5 ഇഞ്ചാണ്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളൊരു സ്ക്വയർ പീസ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിതാ ഇതുപോലെ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അതിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മൾ കോളറിൻ്റെ ലെങ്ത് എടുത്തായിരുന്നല്ലോ 8.5, ആ ഒരു 8.5 ഇഞ്ച് ഇവിടെ കിട്ടത്തക്ക രീതിയിൽ മാർക്ക് ചെയ്ത് നമ്മൾ ആ ഒരു സ്ക്വയറല്ല റെക്റ്റാങ്കിൾ അതിനെ ഇങ്ങനെ വരച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മൂലയിൽ നിന്ന് താഴത്തേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ 1.5-യിൽ നിന്ന് 1/2 ഇഞ്ച് മുകളിലേക്കും കൂടി മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് നമ്മൾ ഇങ്ങേറ്റത്തുനിന്ന് ഇതിനെ സ്ലാൻഡിങ് ആയിട്ട് വരച്ചു, കണ്ടോ? എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 8.5, ഇവിടെ നിന്ന് 8.5 വരെയല്ലേ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത്, ആ മാർക്ക് ചെയ്തതിലേക്ക് ഈ പോയിന്റ് ചെയ്തതിൽ നിന്ന് ഇങ്ങോട്ട് ജോയിൻ ചെയ്തു. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫോൾഡിങ്ങിൻ്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് കയറ്റി ഇവിടെ ഈ ഒരു സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, 1/2 ഇഞ്ച്. എന്നിട്ട് ഇവിടെ 3 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തത്. ആ 3 ഇഞ്ചിലേക്ക് നമ്മൾ 1/2 ഇഞ്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് സ്ലാൻഡിങ് ആയിട്ട് കൊണ്ടുവന്ന് മാർക്ക് ചെയ്ത് താഴത്തേക്ക് ഇറക്കുകയാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ കോളറിൻ്റെ പീസായി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ കോളർ ഇത്തിരി വലിപ്പം ഉള്ള ടൈപ്പ് കോളറാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ വീതി കുറയ്ക്കണമെങ്കിൽ 1.5 എന്നുള്ളത് 1 ഇഞ്ചായി എടുത്താലും മതി. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുത്ത് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കും. നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ഈ ഒരു പീസിനെ കട്ട് ചെയ്തെടുത്തു. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തത് അതും കട്ട് ചെയ്ത് കളയാം. ഇതിന് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ തുണിയിലൊട്ടിച്ച് ഇങ്ങനെയാണ് നമുക്ക് കോളർ വരിക, ഷർട്ടിൻ്റെ കോളർ പോലെ. ഓക്കെ, ഇപ്പം നമ്മൾ തുണിയിൽ ഇത് ഒട്ടിച്ചെടുത്തു. ഇനി ഇതേപോലെ തന്നെ നല്ല പീസും ഇതിനോടൊപ്പം തന്നെ വെച്ച് കൊടുത്തിട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കോളറിന് ചെയ്യുന്ന പോലെ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. നമ്മളിതിന് മുന്നേ കുറേ കോളറുകൾ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനകത്തുകൂടി ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോവുക. ഈ ഒരു ഭാഗം നമ്മൾ കഴുത്തിലേക്ക് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ കോളറിൻ്റെ പീസ് ഒട്ടിച്ച് റെഡിയാക്കി അടിച്ച് മറിച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കോളറിനെ രണ്ടായിട്ട് മടക്കി കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കുക, സെൻറ്റർ അറിയാനായിട്ടാണ്. അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ കറക്റ്റ് നെക്ക് ഒരുമിച്ച് പിടിച്ച് ബാക്കിലേക്ക് എടുക്കുക. അവിടുന്ന്
അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഒരു സൈഡ് ആദ്യം പിടിപ്പിക്കുക. കറക്റ്റ് സെൻറ്റർ ടു സെൻറ്റർ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിപ്പിച്ചെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് ഇപ്പുറത്തെ പീസ് നമ്മൾ ഈ തയ്യൽ തുമ്പുള്ളി വെച്ച് കവർ ചെയ്തടിക്കുകയാണ്. ഓക്കെ, ഇതായപ്പോൾ നമ്മുടെ കോളറിൻ്റെ പണി കഴിഞ്ഞു. ഇതിലേക്ക് ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ബോഡി പാർട്ടിൻ്റെ പോർഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെ സ്ലീവിൻ്റെ പോർഷൻ വരുന്ന ഭാഗത്ത് ക്രോസ് പീസ് കൊടുത്ത് അടിച്ചു മറിച്ച് സ്റ്റിച്ച് ചെയ്തു. പിന്നെ നമ്മൾ ഈ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ഈ 2 പീസിനെ ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഒരു ത്രെഡും ഇട്ട് കൊടുത്തിട്ടുണ്ട് നോട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.